നന്ദി അർപ്പിക്കുന്നു. അതിലേറെ ഉപരി എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്ത എന്റെ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുന്നു. സോ എന്നെ പരിചയപ്പെടാം. എന്റെ പേര് സ്വാലിഹ, സ്ഥലം വേങ്ങര. ഞാൻ പഠിക്കുന്നത് ഡിഗ്രി തേർഡ് ഇയർ ബികോം സ്റ്റുഡന്റ് ആണ്. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്റെ ഉമ്മയാണ് എനിക്ക് ഈ അവസരം കാണിച്ചു തന്നത്. ഈ അവസരം തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ പഠിക്കുന്ന ഒരു പ്രൊജക്ട് ഇതുമായി ബന്ധപ്പെട്ടതായിട്ടുള്ളത് കൊണ്ടാണ്. എനിക്കൊരു ജോലിയേക്കാൾ ഏറെ നല്ലത് ഒരു ബിസിനസ് ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. അതിന് എനിക്ക് സപ്പോർട്ടായി എന്റെ ഉമ്മയും ഉണ്ട്. നമ്മളൊക്കെ ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മളൊക്കെ വന്ന് എത്തിയിരിക്കുന്ന സക്സസ്ബറി എന്ന ഗ്ലോബലിന്റെ കീഴിലാണ്. സോ ഹൃദയത്തിന്റെ അടിത്തളത്തിൽ നിന്ന് നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടത് SPJ എന്ന ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ഫൗണ്ടേഷൻ ഫാമിലി ആയിട്ടുള്ള അനൂജ് സാറിനും അതുപോലെ മിസ്റ്റർ മനു ലതാ മാഡത്തിനും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമുക്ക് കാരണം ഇത്തരം ഒരുപാട് ഡെയിലി ലേണിംഗ് സീരീസുകൾ നമുക്ക് എന്നും ഓൺലൈനായിട്ട് എത്തിക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ ലേണിംഗ് സെക്ഷനിലൂടെ നമുക്ക് ഒരുപാട് എന്താ പറയാ ലീഡേഴ്സിനെ വാർത്തെടുക്കാൻ സാധിക്കും. സോ അത്തരം ഒരു എന്താ പറയാ ഡെയിലി ലേണിംഗ് സീരീസിലൂടെ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷനും കൂടിയാണ് കമ്പനിയിലെ നമ്മുടെ കമ്പനി MI ലൈഫ് സ്റ്റൈൽ എന്ന ഓർഗനൈസേഷൻ. SPJ എന്ന ഓർഗനൈസേഷൻ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനി ഓർഗനൈസേഷനും കൂടിയാണ്. പിന്നെ അതുപോലെ ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് ഈ ഐഫ്ലേസ് മീറ്റിലൂടെ നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന വ്യക്തി, അതുപോലെ എന്താ പറയാ ഇന്ന് വളരെ ഏറെ ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു അവസരം ഏറ്റെടുത്ത് തന്റെ ഗുരുനാഥിൽ നിന്നും ഈ അവസരം ഏറ്റെടുത്ത് ഹൃദയത്തോട് ചേർത്ത് SPJ സിസ്റ്റം അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ചെറുപ്രായത്തിൽ തന്നെ സ്റ്റേറ്റ് ലെവൽ ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹം ഏറ്റെടുത്തു. പിന്നെ അതുപോലെ ആയിട്ട് RTCയിലോട്ട് മുന്നോട്ട് പോവുകയാണ് സാർ. സോ അദ്ദേഹത്തിന്റെ ഒരുപാട് പുതിയ പുതിയ വാക്കുകൾക്കായി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. അതുപോലെ ഇഷ്ടപ്പെടുന്ന വോയിസും അതുപോലെ എനർജിക്കേറ്റ് ആയിട്ടുള്ള സൗണ്ടും ആയി നമുക്ക് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ വെൽക്കം ജുനൈ സാർ, പ്ലീസ് കം. ഓക്കെ, താങ്ക് യു. മൈ ഓഡിബിൾ? കേൾക്കുന്നില്ലേ? ഐ തിങ്ക് ഓഡിബിൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Okay, thank you, sir. So, very happy and lovely good morning to all leaders. Super ആയിട്ടുള്ളൊരു fabulous and fantabulous and energetic and extraordinary ഒരു മോർണിംഗ് നമ്മൾ സമ്മാനിച്ച നമ്മളൊക്കെ ഇന്ന് ഈ സുപ്രഭാതത്തിലേക്ക് നമ്മളെ നയിച്ച, നമ്മളെ ഉണർത്തിയ ദൈവത്തിൽ സർവശക്തനിൽ സ്തുതികൾ അർപ്പിക്കാം. അൽഹംദുലില്ലാ. ആൻഡ് ഓൾസോ to my all leaders, especially SPG founders family, Mr. Manoj sir and Mr. Lada Manoj, and also my great mentor, ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഈ ലെവലിലേക്ക് എന്നെ വളർത്തിയ എന്നെ ഗ്രേറ്റ് ലീഡർ, ഈ അവസരം കാണിച്ചു തന്ന എന്നെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡർ മൈ മെന്റർ ഇസ്മായിൽ സാർക്ക് ഹൃദയത്തിന് അടുത്തിൽ നിന്ന് ഈ ഒരു നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതേസമയത്ത് തന്നെ ഒരുപാട് ഒറ്റനവധി SPGNs ലീഡേഴ്സ്, ഒരുപാട് ലീഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലേക്ക് വളർത്താൻ സഹായിച്ച എല്ലാ ലീഡേഴ്സിനും ആദ്യമായിട്ട് ഹൃദയത്തിന് അടുത്തിൽ നന്ദി അർപ്പിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ജുനൈദ് ബിലോങ്സ് ടു വെങ്ങാട്. ബേസിക്കലി ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അതിൽ നിന്ന് ഏകദേശം ടീച്ചിങ് മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്താണ് ഈ അവസരം പരിചയപ്പെട്ടത്. എന്റെ ഗുരുനാഥനായിട്ടുള്ള ഇസ്മായിൽ സാറിൽ നിന്നും. ഇന്ന് കമ്പനിയുടെ RTC ലീഡറാണ് അദ്ദേഹം, ഗോയിങ് NTC ലീഡർ. അദ്ദേഹത്തിന് പരിചയപ്പെട്ടു, പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ചില്ല. കാരണം വിശ്വാസമാണല്ലോ എല്ലാം, അതിനൊക്കെ അപ്പുറം ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി തന്നെ ഗുരുനാഥന്റെ വാക്ക് കേട്ട് ഒപ്പം നിന്നു. ഇന്ന് സീരിയസ് ആയിട്ട് സക്സസ്ബറി ഗ്ലോബൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രൊഫഷണൽ ടീമായിട്ടുള്ള ഈ ഓർഗനൈസേഷനും കൂടി നിന്നു. അതിന് സിസ്റ്റം 100% കരകളഞ്ഞ് അനുസരിക്കാൻ വേണ്ടി പ്രയത്നിച്ച സമയത്ത് കമ്പനിയിലെ തന്നെ ഏറ്റവും നല്ല പ്രസ്റ്റീജിയസ് റാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരാൻ സാധിച്ചു. അൽഹംദുലില്ലാ. ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മാസ്റ്റർ ഓഫ് സെറമണി
വളരെ എങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. എന്തായാലും നല്ലൊരു ഓൺലൈൻ കൈയടി മാഡത്തിന് വേണ്ടി സമ്മാനിക്കാം. സോ മാഡം സംസാരിച്ച പോലെ തന്നെ നമുക്ക് ഈ ഐഫ്ലയേഴ്സ് മീറ്റ് എന്ന് പറയുന്ന ഇത്തരം മോർണിംഗ് സെഷൻസ്, ഡെയിലി ലേണിംഗ് സീരീസ് സക്സസ്ബറി ഗ്ലോബൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് പോലും ഇന്ന് നമ്മളെ പോലത്തെ ഒരുപാട് ആളുകളെ ഭാവിയിലെ വലിയ ഒരു വേൾഡ് ക്ലാസ് ലീഡേഴ്സ് ആയിട്ട് മാറ്റാനും ഈ ബിസിനസ്സിലൂടെ നമ്മുടെ ഉദ്ദേശ ലെവലിലേക്ക് നമ്മളെ ഉയർത്താനും വളർത്താനുമായിട്ടാണ് ഇത്തരം അവസരങ്ങൾ തരുന്നത്. സോ എന്തായാലും നമുക്ക് വളരെ നന്ദിയും കടപ്പാടും ഈ ഓർഗനൈസേഷന് നമുക്ക് സമർപ്പിക്കാം. അതേ സമയത്തിന് ഇതൊരു വലിയ അവസരമായിട്ടും ഇതൊരു വലിയ ഭാഗ്യമായിട്ടും കണ്ടുകൊണ്ട് ഇതാണ് അവസാനത്തിന്റെ വണ്ടി എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസരം മാറിയേക്കാം. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ഞാൻ സ്ലൈഡ് ജസ്റ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. എല്ലാവരും വളരെ വ്യക്തമായി കേൾക്കുക. കാരണം വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്ലൈഡാണ്. പ്രത്യേകിച്ച് എന്റെ ഗ്രേറ്റ് ലീഡർ മെന്ററുമായിട്ടുള്ള ഇസ്മായിൽ സാർ എന്നെ ഹെൽപ്പ് ചെയ്തു. അതിലൂടെ ഈ ഒരു സ്ലൈഡ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് ടു മൈ ഗ്രേറ്റ് ലീഡർ ഇസ്മായിൽ സാർ ഫോർ ദിസ് വണ്ടർഫുൾ സ്ലൈഡ്. നിങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് സഹായിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിൽ ഒരു ലീഡർഷിപ്പിലേക്ക് വളരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അവസരത്തെ കൂടിയാണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ കാണിക്കുന്നത്. ഒറ്റ മിനിറ്റ്, ജസ്റ്റ് ഒരു ചെറിയ ബ്ലോക്ക് വരുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഈസ് ഇറ്റ് വിസിബിൾ അല്ലെ? കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ, താങ്ക് യു. സോ വളരെ നന്ദിയുണ്ട്. നിങ്ങളൊക്കെ ഈ ഒരു സ്ലൈഡിലൂടെ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് വളരെ സുതാര്യമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ അറിയേണ്ട, ഇന്ന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വളർത്താൻ സഹായിക്കുന്ന ഒരു മാറ്റർ ആണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ് റീഡിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. റീഡ് ആൻഡ് ഗ്രോ, വായിക്കാം വളരാം എന്നുള്ള വിഷയത്തിലാണ് ജസ്റ്റ് സംസാരിക്കുന്നത്. സോ നമുക്കൊക്കെ അറിയാൻ പറ്റും, ഇന്ന് സക്സസ്ബറി ഗ്ലോബൽ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ നമ്മളെ മുമ്പിൽ ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സിസ്റ്റം തന്നിട്ടുള്ളതില് പ്രധാനപ്പെട്ട 5 ഫിംഗേഴ്സ് മെത്തേഡിൽ നമുക്ക് കാണിച്ചു തന്ന ഒരു കാര്യം കൂടിയാണ് റീഡിങ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കണക്കാക്കി അല്ലെങ്കിൽ ആദ്യമായിട്ട് എണ്ണിയ, ഫസ്റ്റ് ഫിംഗർ ആയിട്ട് എണ്ണിയ നമ്മുടെ ഒരു കാര്യം കൂടിയാണ് റീഡിങ് എന്നത്, ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. സോ ഈ ബിസിനസ്സിൽ നമുക്ക് വളരണമെങ്കിൽ, ഒരു വലിയ ലീഡർഷിപ്പിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ എന്തുകൊണ്ടും നിർബന്ധമായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. റീഡ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വായിക്കുന്നവർക്ക് വളരാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ലോകത്ത് എല്ലാ മതസ്ഥരും അല്ലെങ്കിൽ ഏത് മതത്തിന്റെയും തുടക്കം റീഡിങ്ങിലൂടെയാണ്. നമുക്കറിയാൻ പറ്റും, ഏത് മതത്തിലെ ആളുകൾക്കും അവർക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടത് അവരെ മെന്റൽ പുരോഗതികൾ അല്ലെങ്കിൽ അവരുടെ വ്യക്തിഗത വികസിപ്പിക്കാനും ഒക്കത്തിനും കാരണമായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇന്ന് നമ്മളൊക്കെ അറിയപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ആദ്യമായിട്ട് വായനയുടെ തുടക്കമായിട്ട് തുടങ്ങിയത് ഇഖ്റ എന്ന് പറയുന്ന വാക്കിലൂടെയാണ്. നീ വായിക്കുക എന്ന് ദൈവം കൽപ്പിക്കപ്പെട്ടു. ഇതാണ് ദൈവത്തിന്റെ ആദ്യമായിട്ടുള്ള വാക്കെങ്കിൽ ഇഖ്റന്റെ തുടക്കം ഖുർആന്റെ തുടക്കം ഇഖ്റ ആണെങ്കിൽ നമ്മളൊക്കെ തുടക്കം ഇതുപോലെ തന്നെ വായിച്ചുകൊണ്ടാവട്ടെ. ഈ ബിസിനസിന്റെ തുടക്കവും ഇതിലെ ലീഡർഷിപ്പിന്റെ തുടക്കവും വായനയിലൂടെ ആവട്ടെ. സോ ഓൾ റിലീജിയൻസ് പ്രൊമോട്ട് റീഡിംഗ് വെൽ. ഏതൊരു മതസ്ഥരും ഏതൊരു മതക്കാരും ഇന്ന് വായനയെ നന്നതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് ഓരോ മതത്തിലും ഓരോ ഗ്രന്ഥമാണ്. നമുക്കറിയാൻ പറ്റും, രാമായണമുണ്ട്, ബൈബിൾ ഉണ്ട്, അങ്ങനെ തുടങ്ങി ഭഗവത്ഗീത മുതൽ എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരുപാട് ചിന്തകൾ ഉണർത്താനും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നേടിയെടുക്കാനും നമുക്കൊരു പാഠമായിട്ടുമാണ് ഇന്ന് ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ, ഹോളി ഖുർആൻ, അതുപോലെ തന്നെ ഹോളി ബൈബിൾ ആൻഡ് ഹോളി രാമായണം, ഇതൊക്കെ കറക്റ്റ് വരുന്നത്. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത്, ലോകത്തിന്റെ തുടക്കം തന്നെ വായനയിലൂടെയാണ്. ലോകത്തിലേക്ക് ഇറക്കിയ ഏറ്റവും വലിയ ഗ്രന്ഥമായിട്ടുള്ള ഖുർആൻ പോലും പറയുന്നത് വായനയെ കുറിച്ചാണ്. അതേസമയത്ത് തന്നെ റീഡ് ആൻഡ് ഗ്രോ റിമൈൻഡ്സ് ദ ലൈൻസ്. വായിക്കുക, വളരുക എന്നുള്ള വാക്കുകളെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ വാക്ക് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വരികൾ നമുക്കറിയാൻ പറ്റും. അത് ഇന്ന് ലോകത്തിലെ ഏറ്റവും തന്നെ പ്രശസ്തമായിട്ടുള്ള വ്യക്തിയാണ് കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹം ഒരു രചയിതാവാണ്. സോ അദ്ദേഹത്തിന്റെ വാക്കിലൂടെ കടമെടുത്ത് പറയുകയാണെങ്കിൽ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഇത് വളരെ സുതാര്യമായിട്ടും നമുക്ക് അർത്ഥവ്യക്തവുമായിട്ടുള്ള ഒരു വാക്കാണ്. കാരണം വായിക്കുന്ന വ്യക്തിക്ക് വളരാൻ സാധിക്കുന്നുള്ളൂ, വിളഞ്ഞുകൊണ്ട് വളരാൻ സാധിക്കുന്നുള്ളൂ. വായിച്ചില്ലെങ്കിൽ നമ്മൾ വളരും. കാരണം നമുക്ക് ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തി വളർന്നു പോകുന്നുള്ളൂ, പക്ഷെ വളയല് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സോ സീരിയസ്ലി നമുക്ക് കൃത്യമായിട്ട് നല്ല ഒരു വിളവെടുപ്പുള്ള അല്ലെങ്കിൽ വിളയോട് കൂടിയിട്ട് നമുക്ക് വളരണമെങ്കിൽ, പുരോഗതിയോട് കൂടിയിട്ട് നമുക്ക് വളരണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ടത് വായനയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വായിക്കുന്ന വ്യക്തി
അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായിട്ട് 1000 തവണ ജീവിക്കുന്നുണ്ട്. വായിക്കാത്ത വ്യക്തിക്ക് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു മറ്റു വാക്യത്തിലേക്ക് അതിനെ മാറ്റിവെക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് വായനക്ക് ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉണ്ട്. വായിക്കുന്നവർക്കാണ് ലോകത്ത് ഇന്ന് സക്സസ് ഉള്ളൂ. അങ്ങനെയെങ്കിൽ റീഡിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു ഓൾ ഹു വാണ്ട് ടു ബി സക്സീഡ്. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് വായന. വായിച്ചവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് തന്നെ പറയാൻ പറ്റും. ദ വേൾഡ് ബിലോങ്സ് ടു ദോസ് ഹു റീഡ്. ആരൊക്കെയാണ് ലോകത്ത് വായിക്കുന്നത്? ആ വായിക്കുന്നവർക്കാണ് ശരിക്കും ഈ ലോകം എന്നും പോലും നമുക്കൊരു ഭാഷയിൽ പറയാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ബിസിനസ്സിലും വായന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വായിക്കുന്ന വ്യക്തിക്ക് ഈ ബിസിനസ്സിൽ ഒരു ലീഡർഷിപ്പിലേക്ക് വളരാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് വായിച്ചാലുള്ള ഗുണങ്ങൾ? നമുക്കറിയാൻ പറ്റും ഇന്ന് വായന കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമുക്ക് വരുന്നുണ്ട്. ഇതിൽ ഒരുപാട് ആളുകൾ വായിക്കുന്ന ആളുകളാണ്, സ്ഥിരമായി വായിക്കുന്ന ആളുകൾ. നമ്മളൊക്കെ ഒരുപാട് ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. കാരണം വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ബെനിഫിറ്റ് പറയും ലേൺ ന്യൂ തിങ്സ്. പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. നമുക്കറിയാൻ പറ്റും ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകേൾവി കൊണ്ടോ അല്ലെങ്കിൽ അനുഭവം കൊണ്ടോ വന്ന കാര്യങ്ങളാണ്. അതിനേക്കാൾ അപ്പുറം ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. എത്ര കണ്ടെന്ന് ചോദിച്ചാലും മരിക്കുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മരണത്തിന് പോലും പഠനത്തെ തോൽപ്പിക്കാനാകുന്നില്ല, അല്ലെങ്കിൽ വായനയെ തോൽപ്പിക്കാനാകുന്നില്ല. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിക്കുന്നുണ്ട്. There we feel real beauty of life and can feel that days also we lived as better by feeding mind. വളരെ വ്യക്തമായിട്ട് പറയുന്നത്രേ ഉള്ളൂ, നിങ്ങൾക്ക് വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സുതാര്യമായിട്ടും വളരെ ഭംഗിയോട് കൂടിയിട്ടും ജീവിച്ച് തീർക്കാൻ പറ്റും. അതേ സമയത്ത് നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങളുടെ ഫിസിക്കൽ ബോഡിക്കുള്ള ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മെന്റൽ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഫീഡിങ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭക്ഷണം അല്ലെങ്കിൽ അതിനു വേണ്ട ഏറ്റവും നല്ല പോഷകാഹാരം എന്ന് പറയുന്നത് അത് വായനയാണ്. നമ്മുടെ മൈൻഡ് വളരണമെങ്കിൽ, നമ്മുടെ ചിന്താശേഷി ഉയരണമെങ്കിൽ, അത് മുള പൊട്ടിയിട്ട് വളരണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയെ വേണം. ലേൺ സംതിങ് ന്യൂ തിങ്സ്. പുതിയ പുതിയ കാര്യങ്ങളെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അതിന് വായന നിർബന്ധമാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ, വായിച്ചാൽ രണ്ടാമത്തെ ഉപകാരം ലേൺ മെനി ലൈഫ് ലെസൺസ്. ഒരുപാട് ആളുകളെ ജീവിതത്തെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. നമുക്കറിയാൻ പറ്റും ഇന്ന് ചരിത്രത്താളുകൾ എഴുതി വെക്കപ്പെട്ട ഓരോ വ്യക്തികളും ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളാണ്. ഇവരെ കുറിച്ചൊക്കെ നമുക്ക് അറിയണമെങ്കിൽ, ഒരിക്കലും നമ്മൾ അവരുടെ കാലത്ത് ജീവിച്ച ആളുകളല്ല, അവരെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഇന്ന് അവരെ കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളെ കുറിച്ച് വായിക്കണം. സോ അത്തരത്തില് ജീവചരിത്രങ്ങൾ അടങ്ങിയ ഒരുപാട് ബുക്കുകൾ നമുക്കുണ്ട്. ഇതൊക്കെ വായിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കുണ്ട്. നമുക്കറിയാൻ പറ്റും ഇന്ന് ലോകത്ത് അറിയപ്പെട്ട ഓരോ വ്യക്തികളും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവർ അറിയപ്പെടാൻ കാരണം അവർ എന്തൊക്കെയോ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്തും അവരും ഇതുപോലെ വായിക്കുന്നവരാണ്, വായനയുടെ ശീലമുള്ളവരാണ്. ദ പാസ്റ്റ് ഈസ് വേർ യു ലേൺ ദ ലെസൺസ്, ദ ഫ്യൂച്ചർ ഈസ് വേർ യു അപ്ലൈ ദ ലെസൺസ്. നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലാണ്. ഒരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ അന്ന് നേടിയ അറിവിന്റെ റിസൾട്ട് വരുന്നത് ഇന്നാണ്. അതിന് വളരെ വ്യക്തമായിട്ട് വാരൻ ബഫറ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരു ബിസിനസ്മാനുമായിട്ടുള്ള വാരൻ ബഫറ്റ്, അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്. അദ്ദേഹം 19-ാമത്തെ വയസ്സിൽ വായിച്ച ഒരു ബുക്കാണ് 76-ാമത്തെ വയസ്സിലും അദ്ദേഹത്തെ വലിയൊരു ഇൻവെസ്റ്റർ മേഖലയിലും ഇന്ന് ലോകത്തിൽ അറിയപ്പെട്ട കോടീശ്വരനായിട്ട് എണ്ണിയതും അദ്ദേഹം 19-ാമത്തെ വയസ്സിൽ വായിച്ച ഒരു ബുക്കിന്റെ ഫലമായിരുന്നു. ഇതാണ് ഈ പറഞ്ഞ സെന്റൻസിന്റെ ആകത്തുക എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് വായിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്ന കാലങ്ങൾ ഉപകാരപ്പെടുന്നുണ്ട്. നമുക്ക് പണ്ട് കിട്ടിയ ഒരുപാട് അറിവുകൾ അത് ഓരോ സമയത്തും അതിനനുസൃതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സോ വായന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഏത് തരത്തിലുള്ള ബുക്കുകളാണ് വായിക്കേണ്ടത്? വാട്ട് കൈൻഡ് ഓഫ് ബുക്സ് വി റീഡ് ആസ് വെൽ. നമുക്ക് വളരെ നല്ല രീതിയിൽ വായിക്കേണ്ട ഏതൊക്കെ ബുക്കുകളാണ്? പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയിൽ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെ സക്സസ്ബറി ഗ്ലോബൽ എന്ന് പറയുന്ന ഫാസ്റ്റസ്റ്റ് ഓർഗനൈസേഷൻ കൂടിയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബിസിനസ്സിനെ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് നമ്മുടെ ചിന്തകൾ ഉയർത്താൻ പറ്റുന്ന ഈ ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻസും അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ എങ്ങനെ വളരണമെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ബുക്കുകളാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോ ആളുകൾ നിങ്ങൾ മെന്റേഴ്സും ലീഡേഴ്സുമായിട്ട് ഇരുന്ന് അവരോട് ചോദിച്ചു വേണം ഇതിൽ ഓരോ ബുക്കുകൾ നിങ്ങൾ വായിക്കേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് പരന്ന വായനയല്ല നമുക്ക് വേണ്ടത്, സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കാൻ ആദ്യം ശ്രമിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്.
ജോസഫ് മർഫി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു രചയിതാവാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ദ പവർ ഓഫ് യുവർ കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പവറിനെ കുറിച്ച് പറയുന്ന ബുക്ക്. നമുക്കറിയാൻ പറ്റണം എന്താണ് നമ്മുടെ മൈൻഡിന്റെ ശക്തി, അതിനെക്കുറിച്ച് പറയുന്ന ബുക്കാണത്. ദെൻ സെക്കൻഡ് വൺ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. വളരെ വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഇസ്മായിൽ സാറും അതുപോലെ തന്നെ മറ്റൊരുപാട് ലീഡേഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല. എന്തായാലും നിങ്ങളുടെ ചിന്താശേഷിയെ ഉയർത്താനും അതിലൂടെ വളരാനും, ചിന്തിക്കുക, വളരുക, റിച്ച് ആവുക, ധനികനാവുക, 3 സ്റ്റെപ്പ് അതിലുണ്ട്. ഈ പറയുന്ന ഒരു ബുക്ക് നെപ്പോളിയൻ ഹില്ലിന്റെ ബുക്കാണ്. ദെൻ തേർഡ് വൺ യു ക്യാൻ വിൻ, നിങ്ങൾക്കും വിജയിക്കാം എന്ന് പറയുന്ന ശിവകാരിയുടെ ഏറ്റവും പ്രശസ്തമായിട്ട് ബുക്കാണ്. ഈ ബുക്കുകളൊക്കെ മില്യൺസ് കോപ്പികൾ ഇന്ന് വിറ്റൊഴിക്കപ്പെട്ട, എന്നും വിറ്റുകൊണ്ടിരിക്കുന്ന ബുക്കുകളാണ്. കാരണം ലോകത്ത് ജയിച്ച ഏതൊരു വ്യക്തിയും ഇത്തരം ബുക്കുകൾ വായിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടാണ് അവർ മൈൻഡ് വികസിച്ചത്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് അറിയാൻ സാധിച്ചത്. ദെൻ ഫോർത്ത് വൺ ക്വസ്റ്റ്യൻസ് ആർ ദി ആൻസേഴ്സ്. ഇത് നിങ്ങളെ ബിസിനസ്സിൽ സഹായിക്കുന്ന ഒരുപാട് ബുക്കുകളാണ്. നിങ്ങളെ ഹാബിറ്റുകൾ ചേഞ്ച് ചെയ്യാനും നിങ്ങളുടെ ബിസിനസ്സിന് എന്തൊക്കെയാണ്, എങ്ങനെ ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്യാം, വേ ഓഫ് അപ്രോച്ചിങ്, അതേ സമയത്ത് നിങ്ങൾ ഈ ബിസിനസ്സിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ പറയുന്ന കുറച്ച് ബുക്കുകൾ കൂടിയാണ് ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ദി ആൻസേഴ്സ്. അലൻ പീസ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഒരു രചയിതാവാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ചോദ്യങ്ങൾ തന്നെയാണ് ഉത്തരങ്ങൾ. ഇതിന്റെ മലയാള കോപ്പികളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതൊക്കെ നിങ്ങൾ വായിക്കുക. കാരണം ചെറിയൊരു ബുക്കാണെങ്കിൽ എന്റെ കയ്യിൽ ഈ പറയപ്പെട്ട ഇതില് സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് വെച്ച് ബാക്കി എല്ലാ ബുക്കുകളും. ഓക്കെ, സൗണ്ട് കുറവാണ് മനോജ് സർ. ഹലോ, സൗണ്ട് ഉണ്ട്. ഓക്കെ, സോറി സർ. സോ ഈ ബുക്കുകളൊക്കെ എന്റെ കയ്യിൽ ഇതിൽ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് വെച്ച് ബാക്കി എല്ലാ ബുക്കുകളും, ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ ബുക്കുകളടക്കം എല്ലാ ബുക്കുകളും എന്റെ കയ്യിലുള്ള ബുക്കുകളാണ്. ഇതുപോലെ വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതിൽപ്പെട്ട ബുക്കാണ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാൻ പറ്റും ഒരു വ്യക്തിയെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിയോട് അയാൾ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടങ്ങിയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തുമായിട്ട് ഈ ഒരു ബിസിനസ് ഡീലിംഗ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ തുടങ്ങി ജനങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന പ്രോസ്പെക്റ്റിന്റെ മൈൻഡോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ മൈൻഡ് സെറ്റിനെ കുറിച്ചും പറയുന്ന, അതായത് നിങ്ങളെ സഹായിക്കുന്ന ഒരു ബുക്കാണ് ക്വസ്റ്റ്യൻസ് ആർ ദി ആൻസേഴ്സ്. നിങ്ങൾക്ക് മാർക്കറ്റിൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ഈ ഒരു ബുക്കിലുണ്ട്. ദെൻ ഇതിൽ തന്നെ സെക്കൻഡ് വൺ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ കോഡീഷൻ. ഇത് നമുക്കറിയാൻ പറ്റും. ഇന്ന് ഈ കമ്പനിയിൽ തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ റോയൽ ഡയമണ്ട് എക്സിക്യൂട്ടീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ ദീപക് ബജാജ്. ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്ത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അതേസമയത്ത് തന്നെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് വന്നു. മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തു. ഇന്ന് അദ്ദേഹം ജ്യേഷ്ഠനും ഗൗരവ് ബജാജാണ് ദീപക് ബജാജ്. അതിൽ വ്യക്തിയാണ് ദീപക് ബജാജ്. ഇദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ ഒരു കമ്പനിയിൽ വന്നതിന് ശേഷം പോലും അദ്ദേഹത്തിന്റെ എല്ലാ ബുക്കുകളും അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള ബുക്കാണ് നിങ്ങൾക്കുമാകാം കോടീശ്വരം എന്ന് പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുള്ള നിങ്ങൾക്കുമാകാം കോടീശ്വരം എന്ന് പറയുന്ന ബുക്ക്. ഈ ബുക്ക് ഏതൊരു സ്റ്റാർട്ടിങ് ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയും ആദ്യമായിട്ട് വാങ്ങേണ്ടതുമായിട്ടുള്ള ബുക്ക് കൂടിയാണ് ഈ പറയപ്പെട്ട ബുക്കുകളൊക്കെ. അതിൽപ്പെട്ട ഒരു ബുക്കാണ് ഈ ഒരു ബുക്ക്. ഈ ഒരു ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വന്നു, അദ്ദേഹത്തിന്റെ ചിന്താഗതികളെ മാറ്റി, അതേ ബിസിനസ് വിജയിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു, അതിനുവേണ്ടി എന്തൊക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രേറ്റ് ബുക്ക് കൂടിയാണ് ഈ ബുക്ക്. ഇതും ഇന്ന് ഒരുപാട് ലീഡേഴ്സ് വായിക്കുന്ന ബുക്കാണ്. ദെൻ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് നമ്മുടെ മനസ്സിനെ കുറിച്ച്, നേരത്തെ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും നമ്മുടെ മൈൻഡിന്റെ പവറിനെ കുറിച്ചും ഇതിനൊക്കെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബുക്കാണ് ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക്. ആൻഡ് ഫോർത്ത് വൺ ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. മനോജ് സാറ് ഒരുപാട് സെഷൻസ്, 2-3 സെഷൻസ് പോലും ഈ ഹൈ ഫ്ലയേഴ്സിലൂടെ നിത്യമായി ചെയ്ത ഒരു ടോപ്പിക് കൂടിയാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. അത് തന്നെ 2-3 സെഷൻ ഈ ഒരു സമയത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബുക്കിലൂടെ 7 കാര്യങ്ങൾ, 7 ശീലങ്ങൾ ലോകത്ത് വിജയിച്ച ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള 7 ഹാബിറ്റിനെ കുറിച്ച് പറയുന്ന ബുക്കുകളുണ്ട്. അത് സ്റ്റീഫൻ ആർക്കവേ എന്ന് പറയുന്ന ലോക പ്രശസ്തനായിട്ടുള്ള ഒരു രചയിതാവാണ്. അദ്ദേഹം ഒരുപാട് ബുക്ക് രചിച്ചിട്ടുണ്ട്. അതിൽ മില്യൺസ് കോപ്പികൾ വിറ്റുവയ്ക്കപ്പെട്ട ബുക്ക് കൂടിയാണ്. ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്ന ബുക്കാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. ഈ ഒരു ബുക്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിജയിക്കാൻ, നമ്മളെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാനും നമ്മളെ ഹാബിറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. സോ ഇത്തരം ബുക്കുകളാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഇനിയും ഒരുപാട് ബുക്കുകളുണ്ട്. നിങ്ങൾ ലീഡർമാരുമായിട്ട് ഇരുന്ന് നിങ്ങൾക്ക് വായിക്കേണ്ട ബുക്കുകൾ സെലക്ട് ചെയ്ത്, നമുക്ക് ബുക്ക് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബെനിഫിറ്റ്സ് തരുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ അതിൽ മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ്സ് ആണ് ബുക്ക് വായനയോട് കിട്ടുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് പ്രോബ്ലം ബെറ്റർ.
നിങ്ങൾക്ക് ഈ ബിസിനസ് എന്ന് പറയുന്നത് മാത്രമല്ല, ജീവിതത്തിൽ തന്നെ പല പ്രശ്നങ്ങളും വരുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ഏറ്റവും വലിയ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചങ്ങാതി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ബുക്കുകളാണ്. ഈ ബുക്ക് വായനയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോൾവ് വിത്ത് പ്രോബ്ലം ഓർ ലീവ് വിത്ത് പ്രോബ്ലം, ഡു നോട്ട് ലീവ് വിത്ത് പ്രോബ്ലം, അല്ലെ? നിങ്ങള് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നോക്കുക. പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിട്ടയക്കുക, അതിന്റെ ഭാഗത്തേക്ക് വിട്ടയക്കുക. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ പറയും പോലെ തന്നെ ഇഷ്യൂ ആക്കേണ്ട, ആ രീതിയിലേക്ക് അതിനെ മാറ്റിവെക്കുക. അതല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് ജീവിച്ചു പോകരുത്. ഒന്നുകിൽ പ്രശ്നത്തിന് പരിഹാരം കാണുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഗ്രേറ്റ് ലീഡർമാര് എടുത്ത ഒരു പാഠം, അത് ആ വ്യക്തി ആരാ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ജസ്റ്റ് ഒരു ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും വളരെ പ്രശസ്തമായിട്ടുള്ള വ്യക്തി പറഞ്ഞ കോട്ടിങ്സ് ആണത്. നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ല. ഇനി ഇൻ കേസ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെ, എന്ത്, ഇതിൽ രണ്ട് ചോദ്യങ്ങളും. ഒന്നുകിൽ പ്രശ്നമുണ്ടോ, യെസ് ഓർണം. ഇനി പ്രശ്നം സൊല്യൂഷൻ ഉണ്ടോ, യെസ് ഓർണം. പ്രശ്നമുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടോ, ഇല്ല. ഇതിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്തിനും ടെൻഷൻ അടിക്കണം, ഇനി സൊല്യൂഷൻ ഇല്ലെങ്കിലും എന്തിനും ടെൻഷൻ അടിക്കണം. ഇതുപോലെ പ്രശ്നത്തെ നിങ്ങൾ അതിജയിക്കാൻ പഠിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. ബുക്ക് വായനയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ മൈൻഡിന്റെ വികാസത്തിന് പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് വായന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിലും ഒരു ലീഡർഷിപ്പിലേക്ക് വളരണമെങ്കിൽ വായന നിർബന്ധമാണ്. സോ ഫോർത്ത് വൺ, ബുക്ക് വായനയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉപകാരമാണ് ഇറ്റ് ഹെൽപ്സ് ടു തിങ്ക് ബിഗ് ആൻഡ് വൈഡ്. വിശാലമായിട്ട് വളരെ വലിയ രീതിയിൽ തന്നെ ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാൻ പറ്റുന്ന നേരത്തെ സൂചിപ്പിച്ച ബുക്കുകളൊക്കെ യു ക്യാൻ വിൻ, അതുപോലെ തന്നെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, സെയിം ടൈം തന്നെ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക്. ഇത്തരം ബുക്കുകളൊക്കെ നിങ്ങളെ വിശാലമായ മനസ്സിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലേക്ക് ഒരുപാട് ചിന്തകളെ കുറിച്ച് നിങ്ങളെ ചിന്തിപ്പിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ബുക്കുകളാണ് ആ പറയുന്ന ബുക്കുകളൊക്കെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വായനയിലൂടെ നമ്മുടെ ചിന്ത വളരുന്നു, വിശാലമായി ചിന്തിക്കാൻ പറ്റുന്നു, വിശാല ഒരു മനസ്കത തന്നെ നമുക്ക് വരുന്നുണ്ട്. സോ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ ബിസിനസ്സിലും തിങ്കിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ തിങ്കിങ്ങിനെ സഹായിക്കുന്ന, ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. തോട്ട്സ് ഹാവ് പവർ, ചിന്തകൾക്ക് ശക്തിയുണ്ട്. തോട്ട്സ് ആർ എനർജി, ചിന്തകൾ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ ജാലക ശക്തി എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ മേക്ക് യുവർ വേൾഡ് ഓർ ബ്രേക്ക് ഇറ്റ് ബൈ യുവർ ഓൺ തിങ്കിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും പറ്റും, അത് പൊളിച്ചു മാറ്റാനും പറ്റും. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ. ദ മൈൻഡ് ഈസ് എവറിത്തിങ്. ബുദ്ധയുടെ വളരെ പ്രശസ്തമായുള്ള കോട്ടിംഗ് ആണ്, ദ മൈൻഡ് ഈസ് എവറിത്തിങ്, വാട്ട് യു തിങ്ക് യു ബിക്കം, അല്ലേ? നിങ്ങൾ എന്താണോ എന്ന് ചിന്തിക്കുന്ന നിങ്ങളാണ്. ഒരു ഭാഷയിൽ മാറ്റി പറയുന്ന സമയത്ത് നിങ്ങളുടെ പരാജയവും നിങ്ങളുടെ ജയവും തീരുമാനിക്കുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ മനസ്സാണ്. മൈൻഡിന് വളരെ ശക്തിയുണ്ട്. മൈൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ ലോകം തന്നെയാണ്. ഈ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് ഭൂമി ലോകത്ത് നടക്കും. നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വിജയമാണ് ചിന്തിക്കണമെങ്കിൽ നമ്മൾ വിജയിക്കും. അതല്ല പരാജയമാണ് ചിന്തിക്കുന്നത്, നമ്മൾ പരാജയപ്പെടും. നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അത് നിങ്ങൾ എത്ര ലീഡർമാർ നിങ്ങൾ ഫോഴ്സ് ചെയ്താലും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ കഴിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ല. അതല്ല നിങ്ങളുടെ മനസ്സ് പറയുന്നു നിങ്ങൾക്ക് കഴിയുമെന്നാണെങ്കിൽ നിങ്ങൾക്കേ കഴിയൂ. നിങ്ങൾ തടുക്കാൻ ആർക്കും പറ്റില്ല. അവലാറാദ്യമാ അങ്ങനെ ആ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിധിക്കപ്പെട്ടൊന്ന് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ ഒരു കാര്യത്തെ നിങ്ങളല്ലാത്ത ഒരു വ്യക്തിക്ക് മാറ്റാൻ സാധിക്കില്ല. സോ മൈൻഡിന് പവർ ഉണ്ട്. ഈ മൈൻഡിനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് ചിന്തിപ്പിക്കണമെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, എസ്പെഷ്യലി നമ്മൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സമയത്ത്. ഇൻ ദിസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി എസെൻഷ്യൽ ഫാക്ടർ ടു ഗോ ഓൺ ടോപ്പ് ഇറ്റ്. ഇറ്റ് ക്യാൻ കോർഡിനേറ്റ് ടീം ആൻഡ് ലീഡ് ദം. നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ഷനുകളൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ്സിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു ടീമിനെ നയിക്കാനും ഒരു ടീമിനെ റീറ്റെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ. സോ റീഡിങ്ങിലൂടെ കമ്മ്യൂണിക്കേഷന് ഇംപ്രൂവ്മെന്റ്, അതിന് പുരോഗതി വരുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കാനും വ്യത്യസ്ത വിഷയങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും നമുക്കറിയാൻ പറ്റും. ഒരു ടീമിനെ നയിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്നേക്കാം. കാരണം നമ്മൾ ടീമിൽ പല കാറ്റഗറിയിലും പല ചിന്താഗതിയും പല
വ്യത്യസ്ത കാറ്റഗറിയിൽ നിന്നുള്ള ആളുകളാണ് നമ്മുടെ കൂടെ വരുന്നത്. അവർക്ക് വേണ്ട ഓരോ കാര്യത്തിനും പരിഹാരം കൊടുക്കണമെങ്കിൽ നമ്മൾ അതിന് ഉതകുന്ന രീതിയിലുള്ള ലീഡർഷിപ്പിലേക്ക് വളരണം. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കഴിവ് അത് നമ്മൾ വളർത്തിയെടുക്കണം. അതിനെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. എന്റെ ഒരു ഓർമ്മ ശരിയെങ്കിൽ എന്റെ ലീഡേഴ്സ് ഒക്കെ പണ്ട് കാലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്തൊക്കെ അവർ നമ്മൾ ഏൽപ്പിച്ചിരുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഷുഹൈബ് സാർ, ഇസ്മായിൽ സാർ, ഫൈസൽ സാർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ലീഡേഴ്സ്, ഞാൻ ഇന്ന് പേരെടുത്ത് പറയാൻ കാരണം ഞാൻ ഓർക്കുന്ന സമയമാണ്. പക്ഷെ ഇവരൊക്കെ ഇവെന്തോ എനിക്ക് എന്റെ ഒരു ആക്സിഡന്റ് സമയത്ത് എനിക്ക് ഒരു ബുക്കുമായി വന്ന എന്റെ ഗ്രേറ്റ് ലീഡർ അൽത്താഫ് സാർ, ഇവരൊക്കെ എന്നെ പ്രൊമോട്ട് ചെയ്തത് വായിക്കാനാണ്. കാരണം വായിക്കുന്ന സമയത്ത് ചിന്ത വളരുന്നു, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഓരോ സാഹചര്യത്തിനും അനുസരിച്ചുള്ള അസ്ത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ വായനയിലൂടെ കിട്ടുന്ന ഒരു ഉപകാരമാണ്. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് യുവർ ടിക്കറ്റ് ടു സക്സസ് ഇഫ് യു പേ അറ്റൻഷൻ ആൻഡ് ലേൺ ടു ഡു ഇറ്റ് ഇഫക്റ്റീവ്ലി. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ സക്സസിലേക്കുള്ള നിങ്ങളുടെ ഗേറ്റ് പാസ് അല്ലെങ്കിൽ ടിക്കറ്റ് എന്ന് പറയുന്നത്. വിജയിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു വ്യക്തിക്കും, അതായത് ആശയവിനിമയം നടത്താതെ ഒരു വ്യക്തിക്കും ലോകത്ത് വിജയിക്കാൻ സാധിക്കില്ല. അത് പല കാര്യത്തിലൂടെ ആയിരിക്കാം, ഒന്നുകിൽ ആംഗ്യത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സംസാരത്തിലൂടെ ആയിരിക്കാം, അങ്ങനെ തുടങ്ങി പിക്ചറിലൂടെ ആയിരിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സംസാരമാണ്. അതിലൂടെ പഞ്ചതന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു സംസാരത്തിലൂടെ ഒരു ടീമിനെ നയിക്കണമെങ്കിലും, ഒരു ലീഡറെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും, ഒരു ടീമിനെ ലീഡ് ചെയ്യണമെങ്കിലും കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം വളരെ ഏറെയാണ്. നിങ്ങളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അതല്ല, കമ്മ്യൂണിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ജീവിതത്തിൽ പരാജയമുണ്ട്. ഈ നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നതും ഇതിന്റെ ഒരു എന്താ പറയണത്, വായനയുടെ കുറവാണ്. നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ, വായനയുള്ള വ്യക്തിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതും ഇതിലൊരു പ്ലസ് പോയിന്റ് ആണ്. സോ കമ്മ്യൂണിക്കേഷനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് റീഡിംഗ്, വായന എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് വണ്, ഇറ്റ് റെഡ്യൂസസ് ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്. നിങ്ങൾക്ക് വരുന്ന ഉത്കണ്ഠയും അതുപോലെ തന്നെ സ്ട്രെസ്, അതായത് നിങ്ങളുടെ എന്താ പറയുക ടെൻഷൻ, ഇതിനൊക്കെ മാറ്റുന്ന അല്ലെങ്കിൽ അതിനെ കുറക്കുന്ന ഒരു ഘടകം കൂടിയാണ് റീഡിങ്. റീഡർ ഈസ് ഫൈൻഡിങ് ഇൻ എവറി മൊമെന്റ്സ് ന്യൂ വേസ് ആൻഡ് ന്യൂ വ്യൂ പോയിന്റ്സ്. ഓരോ വായനക്കാരനും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അവൻ മനസ്സിലാക്കുന്നു, പുതിയ പുതിയ മെത്തേഡുകൾ സ്വീകരിക്കുന്നു, പുതിയ ചലനങ്ങളെ അവൻ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ അവന്റെ പ്രശ്നങ്ങൾക്ക് അവൻ തന്നെ പരിഹാരം കാണുന്നു. ഇതാണ് ഒരു വായനക്കാരന്റെ കാര്യം. സോ വായനക്കാരന് വരുന്ന സ്ട്രെസ്സിനെ അവനക്ക് തന്നെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. കാരണം അവൻ വായനയുടെ ലോകത്തേക്ക് പോകുന്ന സമയത്ത് മൈൻഡിന്റെ വികാസം നടക്കുന്നു, മൈൻഡ് വികസിക്കുന്നു. മൈൻഡ് വികസിക്കുമ്പോൾ പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നു. മൈൻഡ് കുടുസാകുന്ന വ്യക്തികൾക്കാണ് പ്രശ്നങ്ങൾ വരുന്നത്. മൈൻഡിന്റെ വികാസത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. Thus reader gets happy and feel solutions in all lines and pages for problems. ഓരോ പേജിലും ഓരോ ലൈനിലും ഓരോ റീഡറും തന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നു. തനിക്ക് വേണ്ട ഹാപ്പിയും അതുപോലെ തന്നെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണോ വേണ്ടത് അതിന് ഓരോ ലൈനിലൂടെയും ഓരോ പേജിലൂടെയും അദ്ദേഹം കണ്ടെത്തുന്നു. ഇതാണ് റീഡറുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ബൈ റീഡിങ് മൈൻഡ് വിൽ ബി എൻഗേജ്ഡ് എനി ടൈം ആൻഡ് സ്ട്രെസ് വിൽ നോട്ട് ഗെറ്റ് എനി സ്പേസ് ആൻഡ് ടൈം. നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഓൾറെഡി എൻഗേജ്ഡ് ആണ്. എൻഗേജ്ഡ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ വേറെ ഒരു തടസ്സങ്ങൾക്കോ അതിലേക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല അതിലേക്ക് കയറിയിരിക്കാൻ. സോ നിങ്ങളുടെ മനസ്സ് വായനയുമായിട്ട് എൻഗേജ്ഡ് ആവുക. നിങ്ങളുടെ ചിന്തയുമായിട്ട് നിങ്ങൾ എന്താവണം, ഫുൾ ടൈം ബിസി ആയിരിക്കണം. ആ സമയത്ത് മറ്റുള്ള പ്രശ്നത്തിന് അവിടെ ഒരു സ്പേസോ അല്ലെങ്കിൽ ടൈമോ ഒന്നും കിട്ടുന്നില്ല. സോ വായന കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ ദൂരീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതും ഒരു ഉപകാരമാണ്. സെവൻത് വണ്, ക്യാൻ ബി സേഫ് ഫ്രം സ്ക്രീൻ അഡിക്ഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ മക്കൾക്കും അതിനേറെ ഇത് നമ്മൾ ഓരോ ലീഡർമാർക്കും. കാരണം നമ്മളൊക്കെ ടൈമിനെ കൊല്ലുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ അഡിക്ഷൻ. പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. പക്ഷെ നെഗറ്റീവ് വശത്തിലേക്കാണ് പല ആളുകളും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അദ്ദേഹം അട്രാക്ട് ചെയ്യുന്ന മേഖല ഒരു നെഗറ്റീവാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഈ സ്ലൈഡ് എടുക്കുന്നുണ്ട്. ഈ സ്ലൈഡിനെ കുറിച്ച് ഞാൻ 2 വാക്ക് നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ ഉഷാറാണ് എല്ലാന്നുള്ളതല്ല, പക്ഷേ ഒരു പൊതു മലയാളിയോട് ചോദിക്കുന്ന സമയത്ത് മിക്കവാറും ഇതിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടെത്താൻ പറ്റും. ഒന്നുകിൽ ഈ സ്ക്രീൻ എഴുതിയ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇല്ലെങ്കിൽ ഇതിന് കളറിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ സ്ലൈഡ് ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്. ഞാൻ പറയും നെഗറ്റീവ് കൊണ്ടാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത്. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത് സ്ക്രീൻ അഡിക്ഷനും നെഗറ്റീവ് വരുന്നുണ്ട്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വേണ്ടതല്ല. ഉദാഹരണം, നമ്മൾ മൊബൈൽ എടുത്ത് ടച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന ഓരോ വീഡിയോസ് ഒരു പക്ഷെ ഫിലിം ആയിരിക്കാം, അല്ലെങ്കിൽ സോങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാര്യമായിരിക്കാം.
ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ മെന്റേഴ്സിന്റെ നിർദ്ദേശത്തോടു കൂടി ഞങ്ങൾ ജസ്റ്റ് പോസിറ്റീവിലേക്ക് മാറിയിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് പൊതുവെ ഒരു ജനം സ്ക്രീനുമായി അഡിക്ട് ചെയ്ത സമയത്ത് നെഗറ്റീവ് വശത്തിലേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഡേഞ്ചർ ആകുന്ന സംഭവമാണ്. സോ അതിൽ നിന്നും നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. സ്ക്രീൻ അഡിക്ഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്ന് ഡിഫിക്കൽട്ട് സ്ലീപ്പിംഗ് അറ്റ് നൈറ്റ്. നിങ്ങൾക്ക് രാത്രിയുടെ ഉറക്കം പോലും ഒഴിച്ചുകൊണ്ട് പല ആളുകളും ഇന്ന് സ്ക്രീൻ അഡിക്ഷനിലേക്ക് മാറുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത് ഒരു നേരത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ട് സ്ക്രീനുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സമയം കൊണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ നെർവുകളും തളരുന്നുണ്ട്, ഓരോ നെർവുകളും എക്സ്ട്രാ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആയുസ് കുറയുന്നു, നമ്മുടെ ആരോഗ്യം കുറയുന്നു. അതായത് നിങ്ങള് പകൽ സമയത്ത് ശരിക്ക് ചൂഷണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ സ്ലോ ഡൈജഷൻ സ്ക്രീനുമായി ബന്ധപ്പെട്ട സമയത്ത് പല ആളുകളും, ഉദാഹരണം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, തിന്നുന്ന സമയത്ത് പോലും എന്ത് ചെയ്യുന്നുണ്ട് പല ആളുകളും നമ്മുടെ സ്ക്രീനുമായി ബന്ധപ്പെട്ടാണ് തിന്നുന്നത്. അതായത് സ്ക്രീന് ഫോണിൽ ജസ്റ്റ് മൂവീസോ അല്ലെങ്കിൽ സോങ്സോ എന്തെങ്കിലും കണ്ടുകൊണ്ട്. സോ നിങ്ങൾ സ്ക്രീനിന് അഡിക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് വരും, നിങ്ങളുടെ ദഹനം സ്ലോ ആകും, നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസും ലിവർ പ്രോബ്ലംസും നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്നേക്കാം. അതുകൊണ്ട് ഹെൽത്ത് വളരെ ചലഞ്ച് ആകുന്ന സംഭവമാണ് സ്ക്രീൻ അഡിക്ഷൻ. അതിനെ സഹായിക്കുന്ന ഘടകമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാം, നിങ്ങൾക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് റീഡിംഗ്. ദെൻ സ്ക്രീൻ അഡിക്ഷൻ കൊണ്ടുള്ള വേറെ പ്രശ്നം ലാക്ക് ഓഫ് മെന്റൽ ക്ലാരിറ്റി. നമുക്ക് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, ഏത് പ്രശ്നത്തിൽ വരുന്ന സമയത്ത് നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മെന്റലി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് ചിന്തകളുണ്ട്. നമ്മൾ ബ്രെയിനിലേക്ക് പല കോട്ടിങ്സും പല കാര്യങ്ങളും നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിന് എല്ലാത്തിലും എൻഗേജ്ഡ് ആകുന്നുണ്ട്. അതേ സമയത്ത് ബേണിംഗ് ഐസ് ആൻഡ് ഹെൽത്ത്, നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കണ്ണും എല്ലാ അവയവവും ശരിക്കും ഒന്ന് ഹീറ്റ് ആകുന്നുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത്. കണ്ണ് പോയവനക്ക് കണ്ണിന്റെ വില അറിയുന്നുള്ളൂ. ഇതുപോലെ ഓരോ അവയവവും പോകുന്ന സമയത്ത് അതിന്റെ വില അറിയുന്നുള്ളൂ. അത് ലിവർ ആവട്ടെ, കിഡ്നി ആവട്ടെ, ഏത് കാര്യങ്ങളും. സോ കണ്ണ് കാണാത്തവനക്ക് ഈ ലോകത്ത് പോലും കാണാൻ സാധിക്കുന്നില്ല. സോ നമ്മുടെ കണ്ണിന് ഈവൻ നമ്മുടെ ഒരു അഡിക്റ്റ് ആയ വ്യക്തികൾക്ക് വരാൻ പോകുന്ന ഓട്ടിസം എന്ന് പറയുന്ന അസുഖം പോലും ഈ പറയുന്ന സ്ക്രീൻ അഡിക്ഷന്റെ ഒരു ഭാഗമാണ്. സോ സ്ക്രീൻ അഡിക്ഷനിൽ നമ്മൾ സഹായിക്കുന്ന ഘടകം റീഡിംഗ് ആണ്. ആൻഡ് ആൾസോ സ്ക്രീൻ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ലേസ്നെസ് ആൻഡ് എക്സെൻട്രിക് ഇൻ ക്യാരക്ടർ എക്സെട്ര. നിങ്ങളെ ഒരു എന്താ പറയാ, ഒരു വിചിത്രമായ ഒരു ക്യാരക്ടറായിട്ട് സ്ക്രീൻ അഡിക്ഷൻ ആയ ആളുകൾ മാറും. ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും, സ്ക്രീൻ അഡിക്റ്റ് ആയിരുന്ന മക്കൾ പോലും ഇന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവർ മൈൻഡിലേക്ക് കയറുന്നില്ല. ഈവൻ ദോ സ്ക്രീൻ അഡിക്റ്റ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ പുറകുവശത്തുള്ള ഒരാള് സഞ്ചരിച്ചാൽ പോലും ഇതില് കോൺസെൻട്രേറ്റ് ആയ ആളുകൾ അറിയുന്നില്ല. അത്ര കണ്ട് നമ്മൾ ബ്രെയിനിനെ ആവാഹിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് മാറ്റിവെക്കുന്ന ഒരു കാര്യം കൂടിയാണ് സ്ക്രീൻ അഡിക്ഷൻ. പ്ലസ് പോയിന്റ് കൂടി പറഞ്ഞുതരാം. നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ഈ ഒരു ഫേസ്ബുക്കിന് ഓണർ ഉണ്ട്, നമുക്കറിയാൻ പറ്റും, നമ്മുടെ മാർക്ക് സക്കർബർഗ്. ഈ വ്യക്തിയുടെ മകൻക്ക് കയ്യിൽ പോലും ഇന്ന് എന്നാ പറയുന്ന ഈ ഐറ്റംസ്, നമ്മുടെ എന്താ പറയുന്നത്, ഓക്കെ, ഈ ഒരു മൊബൈൽ ഫോണുകൾ കൊടുത്തിട്ടില്ല. അവർക്ക് ഇന്നും നമ്മുടെ സ്വിച്ച് ഫോൺസ് ആണ്. സോ അത്ര കണ്ട് അവരെ മക്കളെ പോലും സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മളെ മക്കളെ ഡേഞ്ചറിലേക്ക് വിടുന്നത്. സോ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗം ബുക്ക് റീഡിംഗ് ആണ്. ബുക്ക് വായന ഒരുപാട് കാലങ്ങൾ ജീവിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ഓർമ്മകൾ തരുന്നുണ്ട്. ആൻഡ് 8th വൺ ഒരു ബെനിഫിറ്റ് ആണ് ഗെയിൻ കോൺഫിഡൻസ് ആൻഡ് ബ്യൂട്ടി ഓഫ് ലൈഫ്. ബുക്ക് വായന കൊണ്ട് നിങ്ങൾക്ക് ഇച്ഛാശക്തി അല്ലെങ്കിൽ ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ജീവിതത്തിൽ സുതാര്യമായ അല്ലെങ്കിൽ സുന്ദരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ബുക്ക് റീഡിംഗ്. വിത്ത് കോൺഫിഡൻസ് യു ഹാവ് വോൺ ബിഫോർ യു ഹാവ് സ്റ്റാർട്ടഡ്. നിങ്ങൾ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ബുക്ക് വായിക്കുന്ന വ്യക്തിയെങ്കിൽ അല്ലെങ്കിൽ അതിലൂടെ കോൺഫിഡൻസ് നേടിയ ഒരാളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു കാര്യം തുടങ്ങുന്ന മുമ്പ് നിങ്ങൾക്ക് എന്ത് കോൺഫിഡന്റ് ആവും, ഇത് ജയിക്കുമെന്നുള്ള കോൺഫിഡന്റ് ഉണ്ട്. അത് നിങ്ങൾ കിട്ടുന്നതും ഈ ബുക്ക് റീഡിങ്ങിലൂടെയാണ്. സെയിം ടൈമിൽ തന്നെ ഇഫ് യു ഹാവ് നോ കോൺഫിഡൻസ് ഇൻ സെൽഫ് യു ആർ ട്വൈസ് ഡിഫീറ്റഡ് ഇൻ ദി ഏജ് ഓഫ് ലൈഫ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ 2 തവണ ജീവിതത്തിൽ തോൽക്കുന്നുണ്ട്. അതല്ല കോൺഫിഡന്റ് വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ജയിക്കുന്നുമുണ്ട്. രണ്ടും ഒരു പോയിന്റ് ആണ്. സോ കോൺഫിഡന്റ് ഏത് കാര്യത്തിലും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു കാര്യം, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ കോൺഫിഡന്റ് ആണ് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. എനിക്ക് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ മറ്റൊരാളിനെ നോക്കുന്നില്ല, എന്റെ കോൺഫിഡന്റ് ആണ് എന്നെ സംസാരിപ്പിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിച്ച്
അത് നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഓരോ പ്രോഗ്രാമുകളും. ഈ പ്രോഗ്രാം കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിലേക്ക് വരുന്നു. അതൊരു കോൺഫിഡന്റ് ആയിട്ട് മാറുമ്പോൾ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും സാധിക്കില്ല, ദൈവത്തിനല്ലാതെ. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത് കോൺഫിഡന്റ് ഏത് വിജയത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഈ കോൺഫിഡന്റ് വരണമെങ്കിലും നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യു ക്യാൻ വിൻ, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും മാജിക് ഓഫ് തിങ്കിങ് ബിഗ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഇത്തരം ബുക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് കോൺഫിഡന്റ് കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് എന്തിനെങ്കിലും സാധിക്കും, എനിക്ക് കഴിയും എന്നുള്ള ഒരു കോൺഫിഡന്റ് വരുന്നത്. കാരണം ബുക്കാണ് നമ്മൾ ഏറ്റവും വലിയ നമ്മളെ കോൺഫിഡന്റ് അല്ലെങ്കിൽ നമുക്ക് കറേജ് തരുന്ന, നമ്മളെ മോട്ടീവ് ചെയ്യുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ബുക്കാണ്. അതുകൊണ്ട് ബുക്ക് വായന നമ്മുടെ ശീലമായിട്ട് മാറ്റുക. ആൻഡ് 9th വൺ, റീഡിങ് കീപ് എവർ മോട്ടിവേറ്റഡ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങളെ വായന നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങളെ മോട്ടിവേറ്റഡ് ആകുന്നുണ്ട്. ഏത് തളരുന്ന സമയത്തും നിങ്ങളെ കൂടെ ഒരു താങ്ങായി തണലായി നിൽക്കുന്നത് ബുക്കാണ്. എന്ത് ബിസിനസ് വി ആർ മോസ്റ്റ്ലി സറൗണ്ടഡ് വിത്ത് നെഗറ്റീവ്സ് ഇൻ ഫസ്റ്റ് ലുക്ക്. നമുക്കറിയാൻ പറ്റും, ഒറ്റ കാഴ്ചപ്പാടിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള നെഗറ്റീവ്സ് വരുന്നുണ്ട്, പലതരത്തിലുള്ള ഗോസിപ്പുകൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള റിജക്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യണമെങ്കിൽ റീഡിംഗ് മസ്റ്റ് ആണ്. അതിന് നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവണമെങ്കിലും ബുക്ക് റീഡിംഗ് നിർബന്ധമാണ്. സോ we are need a of positive vibes to move forward. നമുക്ക് ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും മുന്നോട്ട് ചലിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് വേണ്ടത് നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. ഈ പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് നല്ല ചിന്താഗതികളെ ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം അത് റീഡിംഗ് ആണ്. ബീങ് എക്സൈറ്റഡ് ആൻഡ് മോട്ടിവേറ്റഡ് ഈസ് വെരി എസെൻഷ്യൽ ബിക്കോസ് അവർ ടീം ഈസ് അലൈവ് വിത്ത് അവർ എനർജി. നിങ്ങളുടെ ടീം നിങ്ങളെ കൊണ്ടാണ് ഉയർന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ടീം അപ്പ് ചെയ്യുന്ന ടീമല്ല, നിങ്ങളുടെ ടീം നിങ്ങൾ ഡൗൺ ചെയ്യുന്ന ടീമല്ല. നിങ്ങളുടെ ടീം എന്ന് പറയുന്നത് അത് നിങ്ങളിൽ തുടങ്ങുന്നതാണ്. ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2 ജസ്റ്റ് അത് പേപ്പറിലേക്ക് വരക്കുന്ന സമയത്തും ഒരൊറ്റ ലൈനിൽ നിന്നാണ് 2 ടീമായി പോകുന്നത്. ഈ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അലൈവ് ആണെങ്കിൽ നിങ്ങളുടെ ടീമും അലൈവ് ആണ്. നിങ്ങൾക്ക് ജീവല്ലെങ്കിൽ നിങ്ങളുടെ ടീമും സത്തുപോയി. ഈ രീതിയിലേക്ക് മാറുമ്പോൾ ബീങ് എക്സൈറ്റഡ് ആൻഡ് മോട്ടിവേറ്റഡ്, നമ്മൾ ഏത് സമയത്തും എക്സൈറ്റഡ് ആവണം, മോട്ടിവേറ്റഡ് ആവണം, സ്വയം ഒരു മോട്ടിവേറ്ററായി മാറണം, സ്വയം ഒരു ഫോളോ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായി മാറണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഘടകമാണ് ബുക്ക് റീഡിങ്. സോ ആ സമയത്ത് നിങ്ങൾക്ക് എനർജി ലെവൽ കൂടുന്നുണ്ടാവും, സ്വയം മോട്ടിവേറ്റഡ് ആവുന്നു. സോ ഈ മോട്ടിവേഷൻ നിങ്ങളുടെ ടീമിലേക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. ദെൻ മോട്ടിവേഷൻസ് ലൈക്ക് ടു ഗോ ഫാസ്റ്റ് ഇൻ ദി ഡാർക്ക്നെസ് ഓഫ് സ്ട്രേഞ്ച്നെസ്. ഓക്കെ, ഒരു അറിയാത്ത വഴിയെ തെളിയിക്കുന്ന അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് അവിടെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ഈ മോട്ടിവേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിവേഷൻ ടൂൾ എന്ന് പറയുന്നത് ബുക്ക് റീഡിംഗ് ആണ്. സോ ബുക്ക് വായന നിങ്ങളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാനും, നിങ്ങൾ പ്രശ്നങ്ങളെ പരിഹരിക്കാനും, നിങ്ങൾ ടീമിനെ അലൈവ് ചെയ്യാനും, നിങ്ങളെ ഓരോ പ്രശ്നത്തിനെയും പോസിറ്റീവ് വൈബോട് കൂടിയിട്ട് അതിനെ തരണം ചെയ്യാനും, ഓവർകം ചെയ്യാനും, അതിനെ മറികടക്കാനൊക്കെ സഹായിക്കുന്ന ഘടകമാണ് ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ വൺ, റീഡർ ഈസ് എ ലീഡർ, ദസ് ലീഡർ ഈസ് വിന്നർ. ഒരു റീഡറാണ് ഒരു ലീഡർ, അതുകൊണ്ട് തന്നെ ഒരു ലീഡറാണ് ഒരു വിന്നർ. ഓക്കെ, സോ നിങ്ങൾ ഒരു ലീഡർ ആണെങ്കിൽ നിങ്ങൾക്ക് റീഡിംഗ് മസ്റ്റ് ആണ്. നിങ്ങളൊരു റീഡ് ചെയ്യുന്ന ലീഡർ ആണെങ്കിൽ നിങ്ങൾക്ക് വിന്നിങ്ങും മസ്റ്റ് ആണ്. സോ സക്സസ് വേണമെങ്കിൽ നിങ്ങൾ റീഡ് ചെയ്യുന്ന ലീഡർ ആവണം. ഇവിടെ പറയുന്നുണ്ട്, നോട്ട് ഓൾ റീഡേഴ്സ് ആർ ലീഡേഴ്സ്, നോട്ട് ഓൾ റീഡേഴ്സ് ആർ ലീഡേഴ്സ്. എല്ലാ വായനക്കാരും ലീഡർമാരല്ല, ബട്ട് ഓൾ ലീഡേഴ്സ് ആർ ലീഡേഴ്സ്. എല്ലാ ലീഡേഴ്സും വായനക്കാരാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഹെഡിങ് ഒന്ന് നോക്കുക. നിങ്ങൾ TC ലീഡർ ആണെങ്കിൽ, നിങ്ങൾ ബറി സ്റ്റാർ ലീഡർ ആണെങ്കിൽ, നിങ്ങൾ ബറി ഡബിൾ സ്റ്റാർ ലീഡർ ആണെങ്കിൽ, നിങ്ങൾ ഫാസ്റ്റ് ട്രാക്കർ ലീഡർ ആണെങ്കിൽ, നിങ്ങൾ ATC ലീഡർ ആണെങ്കിൽ, പേര് കൊണ്ട് നിങ്ങൾ ലീഡറായ മാത്രം പോരാ, ഒരു റീഡർ ആയിട്ടും മാറണം. സോ ടുഡേ റീഡർ, ടുമോറോ എ ലീഡർ. ഇന്നത്തെ ഒരു വായനക്കാരൻ നാളത്തെ ഒരു ലീഡറാണ്. സോ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ലീഡർമാരുമായിട്ടിരിക്കുക, നിങ്ങൾ മെന്ററുമായിട്ടിരുന്ന് ഏത് ബുക്ക് വായിക്കണം, ഞാൻ ഏതിലൂടെ തുടങ്ങണം എന്ന് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഇന്ന് മുതൽ ഒരു നല്ലൊരു വായനക്കാരനായി മാറുക. അതേസമയത്ത് ഫൈനലി ഒറ്റ കാര്യം കൂടി പറയുന്നുള്ളൂ, വായിക്കുന്നവനക്ക് വളരാൻ സാധിക്കുന്നുള്ളൂ. കുഞ്ഞു ഭാഷ വാക്ക് ഒരിക്കൽ കൂടി കടമെടുത്ത് പറഞ്ഞാൽ, വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറയുന്ന വാക്കോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരൊറ്റ ലൈനാണ് പോകുന്നത്. ഒരു എന്താ പറയാ, പാരലൽ അല്ല, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ലൈനാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ടു ഡയമണ്ട് എന്ന് പറയുന്ന ലൈൻ. ഈ ലൈനിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വളയാതെ പോകണമെങ്കിൽ വായന നിർബന്ധമാണ്. സോ എല്ലാവർക്കും നന്മകൾ വരട്ടെ, വിജയങ്ങൾ വരട്ടെ. നന്മകൾ ആശംസിക്കുന്നു, വിജയങ്ങൾ ആശംസിക്കുന്നു. ആൻഡ് ബാക്ക് ടു MC. താങ്ക് യു ഓൾ ഓഫ് യു. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ അറിയിക്കുന്നു. എല്ലാവർക്കും
നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ജിനേഷ് സാർ.